കൗണ്ടിങ് കാസിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഈ ഒരു XUV 500 ആണ്. 500 പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് W8 എന്ന് പറഞ്ഞ ഓപ്ഷനിൽ വന്നേക്കാണ്. പിന്നെ 2013 ഇതിൻ്റെ മോഡൽ. നല്ല ബോഡി ക്വാളിറ്റിക്കുന്ന വണ്ടിയാണ്. ഒരു രീതിയിലുള്ളൊരു ഡെൻറ്റോ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഈ വാഹനത്തിൽ കിട്ടുന്നില്ല. എവിടെ നോക്കിയാലും നമുക്ക് ആ പെർഫെക്ഷൻ നമുക്ക് ഈ വാഹനം തരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫുള്ള് വ്യൂയിലേക്ക് ഒന്ന് പോയേക്കാം. എല്ലാ ഭാഗങ്ങളും ഞാൻ കാണിക്കുന്നുണ്ട്, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പോൾ എവിടെയൊക്കെ എന്തൊക്കെ സ്ക്രാച്ചോ ഡെൻറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ കൂടി തന്നെ വിശദമായിട്ട് പറഞ്ഞു പോകുന്നതാണ്. പിന്നെ നമ്മുടെ ചാനൽ കൂടി മാത്രമായിരിക്കും ഇങ്ങനത്തെ എന്നുണ്ടെങ്കിൽ ഒരു XUV ആയാലും MUV ആയാലും പ്രീമിയം ആയാലും അല്ലെങ്കിൽ സെമി പ്രീമിയം ആയാലും ബഡ്ജറ്റ് ലെവലായാലും എല്ലാ രീതിയിലുള്ള കാറുകൾ നമ്മുടെ ചാനൽ കൂടി മാത്രമായിരിക്കും നിങ്ങളിലേക്ക് ഡെയിലി വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ XUV കണ്ടു വരാം. അപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു XUV 500 W8 എന്ന് പറഞ്ഞാൽ ഓപ്ഷനിൽ നോക്കുന്ന വണ്ടി. നല്ല ബോഡി ക്വാളിറ്റിക്കുന്ന വണ്ടിയാണ്. ഒരു സ്ക്രാച്ചോ ഡെൻറ്റോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഈ വാഹനത്തിൽ കിട്ടുന്നില്ല. അപ്പോൾ നമ്മളിന്ന് ഫസ്റ്റ് ഇതിൻ്റെ ഫുള്ള് വീഡിയോയിലേക്ക് ഒന്ന് പോയേക്കാം. അതിൻ്റെ ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് വീഡിയോ എടുക്കാം. ഫുള്ള് വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ രണ്ട് സൈഡും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിയേക്കാം. അതിനുശേഷം നമ്മൾ ക്ലോസ് വ്യൂയിലേക്ക് വരുന്നുണ്ട്. സ്ക്രാച്ചോ ഡെൻറ്റോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഇതാണ് വാഹനം. ട്രിവാൻഡ്രം രജിസ്റ്റേർഡ് വണ്ടിയാണ്. പിന്നെ ട്രിവാൻഡ്രം രജിസ്റ്റേർഡ് BM0055 എന്ന് പറഞ്ഞാൽ വണ്ടി നമ്പറിൽ വന്നേക്കണം. നല്ല കലക്കൻ XUV 500 ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, ബോഡി ക്വാളിറ്റിയൊക്കെ ശ്രദ്ധിക്കാം. നല്ല പക്ക കണ്ടീഷനിലിരിക്കുന്ന ബോഡി ക്വാളിറ്റിയാണത്. ഓക്കെ, ഇനി നമുക്ക് വാഹനത്തിൻ്റെ ഓരോരോ ഭാഗങ്ങളിലേക്ക് നോക്കാം. വീലാർച്ചും ടയർ കണ്ടീഷനൊക്കെ നമുക്കൊന്ന് പറഞ്ഞേക്കാം. അപ്പോൾ ഇതാണ് വാഹനം. ഇതിൻ്റെ ടോപ്പ് വ്യൂ നോക്കിയേക്കാം. കണ്ടോ, നമുക്ക് വീലാർച്ചും ടയറിലേക്കൊന്ന് പോയേക്കാം. വീലാർച്ചിലേക്ക് വരുമ്പോൾ നല്ല നീറ്റ് അടിക്കുന്ന വീലാർച്ച് നമുക്കിവിടെ കാണാൻ പറ്റും. അതേപോലെ നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സ് ആയാലും പക്ക കണ്ടീഷനിലേക്കാണ് അലോയ്സാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ നമുക്കിനി ഒരു ലിഡിലേക്ക് വരാം. ലിഡായാലും ഒരു ഡെൻറ്റോ പാച്ചോ കാര്യങ്ങളോ നമുക്ക് ലിഡിനും ഇവിടെ കിട്ടുന്നില്ല. ഇനി നമുക്കിവിടെ ലാംപ്സിലേക്ക് വരാം. ലാമ്പായാലും പക്ക കണ്ടീഷനിലേക്കാണ് ലാമ്പ് നമുക്കിവിടെ കാണാൻ പറ്റും. താഴെ ഫോഗ് ലാമ്പും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. നമുക്ക് ഗ്രില്ലിലേക്ക് വരണമെങ്കിൽ നല്ല നീറ്റായിട്ടിരിക്കുന്ന ഗ്രില്ല് നമുക്കിവിടെ കാണാൻ പറ്റും. കേട്ടോ, നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഗ്രില്ല് കിട്ടുന്നുണ്ട്. അതേപോലെ ലാമ്പായാലും നല്ല നീറ്റായിട്ട് ഇരിക്കുന്നു. താഴെ ഫോഗ് ലാമ്പ്സും അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ വീലാർച്ച് നോക്കാം. ഈ വീലാർച്ച് നല്ല നീറ്റായിട്ടിരിക്കുന്ന കാണാൻ പറ്റും. നല്ല ഗ്രിപ്പ് കൊണ്ട് ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന അലോയ്സ് നമുക്കിവിടെ കാണാം. ഇനി നമുക്കിവിടെ രണ്ട് ഡോറിലേക്കും വരാം. രണ്ട് ഡോറായാലും ആ ഒരു ക്വാളിറ്റി ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കേട്ടോ, നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന രണ്ട് ഡോർസ് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഫുഡ് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്. നമുക്ക് ഈ വാഹനത്തിൻ്റെ വീലാർച്ച് ഇവിടുത്തെ ബാക്കിലെ വീലാർച്ചിലേക്ക് പോകാം. ബാക്കിലെ വീലാർച്ചായാലും നീറ്റായിട്ട് ഇരിക്കാൻ കാണാൻ പറ്റും. നല്ല ഗ്രിപ്പൊക്കെ ടയേഴ്സ് കിട്ടുന്നുണ്ട്. അലോയ്സും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന അലോയ്സും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, സൈഡ് പോർഷനിലേക്ക് വരാം. സൈഡ് പോർഷൻ ഇവിടെ ഓക്കെ ആയിട്ട് ഇരിക്കുന്നു. ബാക്കിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് ഡീഫോഗേഴ്സ് വരുന്നുണ്ട്, റിയർ വൈപ്പേഴ്സ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ലിഡ് നോക്കാം. ലിഡായാലും ഒക്കെ ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ലിഡ് നമുക്ക് ഇവിടെ കാണാം. അതേപോലെ നമുക്കിനി ബമ്പേഴ്സിലേക്ക് വരാം. ബമ്പേഴ്സ് ആയാലും നല്ല നീറ്റായിട്ടിരിക്കുന്ന ബമ്പേഴ്സ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടുത്തെ വീലാർച്ചിലേക്ക് വരുമ്പോൾ ഈ വീലാർച്ചായാലും ഓക്കെ ആയിട്ട് ഇരിക്കുന്നു. ഗ്രിപ്പ് കുറച്ച് കുറവാണ് ഇവിടെ വന്നേക്കണേ. അലോയ്സ് ചെറിയ സ്ക്രാച്ചല്ല, അതിൻ്റെ കളർ പോയിട്ടുണ്ട്. ബാക്കിൽ രണ്ട് ഡോർ നോക്കാം. രണ്ട് ഡോറായാലും ഇവിടെ നീറ്റായിട്ടിരിക്കുന്ന ഡോർസ് നമുക്കിവിടെ കാണാം. ഡോറിന് ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റീരിയേഴ്സും പരിചയപ്പെടാം. ഡോർ പാഡ്സ് 4 പവർ വിൻഡോസും ORM കൺട്രോളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതേപോലെ തന്നെ സീറ്റ്സ് നോക്കുകയാണെങ്കിൽ സീറ്റ്സ് നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന സീറ്റ്സ് കാണാം. അല്ല, അതേപോലെ നമുക്ക് വിശദമായിട്ട് നോക്കാം. ഇവിടെ ഡാഷ്ബോർഡൊക്കെ നല്ല നീറ്റായിട്ടിരിക്കുന്ന ഡാഷ്ബോർഡ് കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ മിഡിൽ നമുക്കിവിടെ മ്യൂസിക് സിസ്റ്റം, അതേപോലെ ബാക്കിയുള്ള കൺട്രോൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ ഒരു സ്ക്രീൻ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് എയർ ബാഗ് സപ്പോർട്ട് വരുന്നുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ട്. ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട്. പിന്നെ കിലോമീറ്റേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ 1,13,000 കിലോമീറ്റർ വാഹനം ഇപ്പോൾ ഓടിയിട്ടുണ്ട്. പ്ലാറ്റ്ഫോം ആയാലും നല്ല നീറ്റായിട്ടിരിക്കുന്നു. ഇവിടെ ഡോർ പാഡ്സ് നോക്കാം. ഡോർ പാഡ്സ് നല്ല ഭംഗി തന്നെ ഇരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ സീറ്റ്സ് നോക്കാം. റിയറിലെ സീറ്റ്സ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. റൂഫും ഇവിടെ ഭംഗിയിൽ തന്നെ ഇരിക്കുന്ന റൂഫ്, ഒരു അഴുക്കോ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. ഇനി നമുക്ക് ഒന്ന് എക്സിറ്റ് അടിക്കാം. അതിനുശേഷം പാസഞ്ചർ സൈഡിലേക്ക് ഒന്ന് പോയേക്കാം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഡോർ പാഡ്സ് നോക്കാം. ഡോർ പാഡ്സും ഇവിടെ നീറ്റായിട്ടിരിക്കുന്ന ഡോർ പാഡ്സ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പിന്നെ സീറ്റ്സ് ഇവിടുത്തെ മിഡിലെ സീറ്റ്സ് നോക്കാം. മിഡിലെ സീറ്റ്സ് ആയാലും
3 ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്, ഒരു ആം റെസ്റ്റ് വരുന്നുണ്ട്, പിന്നെ ലെതർ സീറ്റ്സ് വരുന്നുണ്ട്. ഇവിടെ ബംപ്സ് ഒന്നുമില്ല, നമുക്ക് സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാം. ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ വ്യൂ നോക്കാം. ഇനി നമുക്ക് തേർഡ് റോയിലേക്ക് പോയേക്കാം. തേർഡ് റോ എന്താണ് അവസ്ഥ നോക്കാം. തേർഡ് റോ നമുക്ക് പുത്തൻ മയങ്ങാത്ത സീറ്റ്സാണ്, എന്ന് പറഞ്ഞാൽ കവേഴ്സ് പോലും പൊടിച്ചല്ല. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സിൽ കാണിക്കാനുള്ളത്. ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ ഫുള്ള് വ്യൂ നോക്കാം. അല്ല, നല്ല നീറ്റായിട്ടിരിക്കുന്ന ഒരു ഇൻറ്റീരിയർ പോർഷൻ നമുക്ക് കിട്ടുന്നത്. നമുക്ക് ഡോറിന് ക്ലോസ് ചെയ്യാം. അതിന് ശേഷം ഇതിൻ്റെ എൻജിൻ ഭാഗവും ബൂട്ടും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തേക്കാം. അപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എൻജിൻ റൂം. ഇവിടെ വളരെ നീറ്റായിരിക്കും. എൻജിൻ റൂം നമുക്കിവിടെ കാണാൻ പറ്റും. കേട്ടോ, പിന്നെ ഫുള്ളി സീലിലാണ് വന്നേക്കണം. അതിൻ്റെ പേര് നമുക്ക് ഇതിൻ്റെ അടിയിലേക്ക് എന്താണ് അവസ്ഥ ഒന്നും കാണാൻ പറ്റുന്നില്ല. പക്ഷേ എഡ്ജസ് ഒക്കെ നോക്കാം. എഡ്ജസ് ആയാലും നല്ല നീറ്റായിരിക്കുന്ന എഡ്ജസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. കേട്ടോ, നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന എഡ്ജസ് നമുക്കിവിടെ കാണാം. അതേപോലെ നമുക്കിനി ലീക്കേജ് കാര്യങ്ങളൊക്കെ നോക്കാം. ലീക്കേജൊക്കെ നല്ല നീക്കിയൊന്നുമില്ല, കാര്യമായിട്ടൊന്നും പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും കാണാനില്ല. കേട്ടോ, അതേപോലെ നമുക്കിനി ലിഡിലേക്ക് വരാം. ലിഡായാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ലിഡ്, ഒരു രീതിയിലുള്ള ഡാമേജോ കാര്യങ്ങളോ നമുക്കൊരു ലിഡിൽ കിട്ടുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വാഹനത്തിൻ്റെ എൻജിൻ റൂമിൽ നിന്ന് കാണിക്കാനുള്ളത്. പയ്യെ നമുക്കിനി ഇതിൻ്റെ ബൂട്ടിലേക്കൊന്ന് പോയേക്കാം. ബൂട്ടിൽ എന്താണ് അവസ്ഥ നോക്കാം. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് എന്ന് പറയാനൊന്നുമില്ല, കാര്യമായിട്ട് സ്പേസ് ഒന്നുമില്ല. പക്ഷേ കവറൊക്കെ പൊട്ടിച്ച് സീറ്റൊക്കെ ഒന്ന് ഡൗൺ ചെയ്യുന്നുണ്ടെങ്കിൽ ന്യായമായിട്ടൊരു സ്പേസ് നമുക്ക് കിട്ടും. നമുക്ക് ഇവിടെ എന്തെങ്കിലും രീതിയിലുള്ളൊരു ഡാമേജ് ഒക്കെ ഉണ്ടോ നോക്കാം. നല്ല വൃത്തി തന്നെ ഉപയോഗിച്ചാണ് ആ ഒരു വണ്ടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതേപോലെ ലിഡും നോക്കാം. ലിഡായാലും നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ലിഡും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സ് നമുക്ക് ഡോറിന് ക്ലോസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. അപ്പോൾ എല്ലാ സുഹൃത്തുക്കളും ഈ ഒരു XUV 500 കണ്ടു കഴിഞ്ഞു. W8 എന്നുള്ള ഓപ്ഷനാണ് വന്നേക്കണേ. പിന്നെ ഡീസലാണ്, പറയേണ്ട ആവശ്യമില്ല. പിന്നെ മാനുവൽ ട്രാൻസ്മിഷനാണ് വന്നേക്കണേ. നല്ല രീതിയിൽ ഉപയോഗിച്ചാണ്, നല്ല കലക്കം വണ്ടിയാണ്. നമുക്ക് ഇനി റേറ്റിലേക്ക് പോകാം. റേറ്റിലേക്ക് പോകണേക്കാകുമ്പോൾ തന്നെ എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്തിട്ടൊന്ന് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായുള്ള അപ്ഡേറ്റ്സ് ഡെയിലി നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കും. നമ്മുടെ ചാനൽ കൂടി മാത്രമായിരിക്കും വെറും 35,000 രൂപ മുതൽ ലക്ഷക്കണക്കിന് വരെയുള്ള വാഹനങ്ങളുടെ വീഡിയോസ് ഡെയിലി വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ XUVയുടെ ആസ്കിങ് പ്രൈസ് പോയേക്കാം. ഈ XUVയുടെ ആസ്കിങ് പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 6,65,000 രൂപയാണ്. അത് ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിൾ ആയിരിക്കും. വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഷോറൂം നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വിളിക്കാം, സംസാരിക്കാം, കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വിശേഷങ്ങൾ. ഒട്ടനവധി വാഹനങ്ങളുടെ വീഡിയോസ് നിങ്ങളിലേക്ക് ഡെയിലി വന്നുകൊണ്ടിരിക്കും. ചാനൽ ഫോളോ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഇങ്ങനെ എപ്പോഴും പറയാനുള്ള പോലെ വീഡിയോ എപ്പോഴും നിങ്ങൾക്ക് ഫ്രണ്ട്സിലേക്കോ ഗ്രൂപ്പിലേക്കോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. വാഹനങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തായാലും ഇതൊരു ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.